ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 5ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് തിങ്കളാഴ്ച സോഷ്യൽ സയൻസ് ആണ് എക്സാം. അപ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2017-18 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1. The sun is the center of the solar system. The celestial bodies that locate by themselves while revolving around the sun are called planets. അപ്പോൾ എന്താണ് പ്ലാനറ്റ്സ് എന്നും സണ്ണ് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ സിറ്റുവേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുമുണ്ട്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ. അപ്പോൾ ഏത് പ്ലാനറ്റാണ് ഏറ്റവും അവസാനം കിടക്കുന്നത്? ഓക്കെ, ഏത് പ്ലാനറ്റാണ് സണ്ണിൻ്റെ അവിടുന്ന് ഏറ്റവും ദൂരെ കിടക്കുന്നത്? നെപ്റ്റ്യൂൺ ആണ്, നെപ്റ്റ്യൂൺ. ഈ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഡയഗ്രാം ഓഫ് ദ സോളാർ സിസ്റ്റം. അപ്പോൾ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം സണ്ണ് സെൻറ്ററിൽ, ദെൻ പ്ലാനറ്റ്സ് ഒക്കെ ബാക്കി അപ്പുറത്തൊക്കെ ആയിട്ട് വരയ്ക്കുക. അപ്പോൾ അത് കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. മാർക്ക് ദ പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ്സ് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്ലാനറ്റ്സ് കൂടെ വരക്കണം. അപ്പോൾ അവിടെ പേരും എഴുതണം. ഓക്കെ, ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്. അപ്പോൾ അത് ഏത് പ്ലാനറ്റാണ്? ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. അപ്പോൾ ജൂപ്പിറ്റർ എത്രാമത്തേലാണ് വരുന്നത് നോക്കിയിട്ട് ജൂപ്പിറ്റർ വരയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദ സൺ. അപ്പോൾ സണ്ണിൻ്റെ അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ് ഏതാണ്? മെർക്കുറി ആണ്, മെർക്കുറി. ദെൻ മൂന്നാമത്തെ ദ പ്ലാനറ്റ് വിച്ച് ഹാസ് ദ സാറ്റലൈറ്റ് മൂൺ സാറ്റലൈറ്റ് ഉള്ള പ്ലാനറ്റ് ഏതാണ് നമ്മൾ ജീവിക്കുന്ന എർത്ത്. ഇനി ലാസ്റ്റ് വൺ, ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഏതാ? വീനസ്. അപ്പോൾ ഈ ജൂപ്പിറ്ററും മെർക്കുറിയും എർത്തും വീനസും ഒക്കെ മാർക്ക് ചെയ്തിട്ട് വേണം കൂട്ടുകാർ ഈ സോളാർ സിസ്റ്റം വരയ്ക്കാൻ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2. ആക്ടിവിറ്റി നമ്പർ 2 ഒരു 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. കമ്പോണൻസ് ഇൻ ദ ഓർഡർ ഓഫ് സൈസും ബേസിക് ഇൻഫോർമേഷൻ. അപ്പോൾ ബേസിക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് മൗണ്ട് എവറസ്റ്റ്. അപ്പോൾ അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ഏഷ്യയിലാണ്, ഏഷ്യ. ദെൻ നെക്സ്റ്റ് ആഫ്രിക്ക കോണ്ടിനെൻറ്റ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ എഴുതുക. സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോർത്ത് അമേരിക്ക തന്നിട്ടുണ്ട്. ദ 5 ലേക്സ് എസ്കിമോസ് ബോൾ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് വീറ്റ്. ദെൻ സൗത്ത് അമേരിക്ക ആമസോൺ റിവർ, ലാൻഡ് ഓഫ് ടാപ്പിയോക്ക എക്സെട്ര. ദെൻ അന്റാർട്ടിക്കയുടെ ഒരു ബേസിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കോൾഡസ്റ്റ് കോണ്ടിനെൻ്റ് ഇൻ ദ വേൾഡ് ആണ്. വേറെയും കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയാൽ മതി. ദെൻ യൂറോപ്പ് അവർ തന്നിട്ടുണ്ട്. ലണ്ടൻ സിറ്റി, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എക്സെട്ര. ഇനി ലാസ്റ്റ് വൺ എന്താ? ദ ഐലൻഡ് കോണ്ടിനെൻറ്റ്, ദ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ്, കങ്കാരു എക്സെട്ര. അപ്പോൾ അത് ഏതാണ്? അത് ഓസ്ട്രേലിയനെ കുറിച്ചിട്ടാണ്, ഓസ്ട്രേലിയ. ഇനി നെക്സ്റ്റ് അതിൽ ബി ക്വസ്റ്റ്യൻ, നെയിം ദ കോണ്ടിനെൻറ്റ് നോൺ ആസ് ഓഷ്യാനിയ. ഓഷ്യാനിയ എന്ന് പേരുള്ള കോണ്ടിനെൻറ്റ് ഏതാണ്? അതും ഓസ്ട്രേലിയ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കി നോക്കാം. Activity 3. During the Maurya period, there were great development in the field of society, economy, art, etc. Write a note on the socio-economic life during the Maurya period. അപ്പോൾ മൗര്യ പീരീഡിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന സോഷ്യോ എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു? Sudras were confined to agricultural work. Buddhism and Jainism become more popular. Irrigation facilities for the progress of agriculture. Handicrafts like sewing, weaving existed. Coins were used in transactions. Roads were constructed. Okay, അപ്പോൾ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു സോഷ്യോ എക്കണോമിക് ലൈഫിൽ ഉണ്ടായിരുന്നത്. ദെൻ അടുത്ത ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ് ഷോൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ് എന്താണ്? സഞ്ചി സ്തൂപയാണ്, സഞ്ചി സ്തൂപ. പിന്നെ അടുത്ത ചോദ്യം ആക്ടിവിറ്റി 4. ഇൻവെൻഷൻ ഓഫ് അയൺ ഹെൽപ്ഡ് ആര്യൻസ് ടു ഓവർകം ദ ജിയോഗ്രഫിക്കൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ഗാംഗറ്റിക് പ്ലെയിൻ. ഹൗ ഡസ് അയൺ ഡിഫർ ഫ്രം കോപ്പർ ആൻഡ് ബ്രോൺസ്. എങ്ങനെയാണ് അയൺ കോപ്പറിൽ നിന്നും ബ്രോൺസിൽ നിന്നും ഡിഫറെൻ്റ് ആയത്? With the
invention of iron, the people of the Gangetic Plain made harder weapons with which they could easily clear the jungles. They used iron ploughs for tilling the hard soil. Okay, next B question. Which of the following does not belong to the peculiarities of the Gangetic Plains? ഏതാണ്? Dense forest, hilly zones, fertile alluvial soil, plenty of rain. അപ്പോൾ ഇതിൽ ബിലോങ് ചെയ്യാത്തത് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഹില്ലി സോൺസ് ആണ്. ഹില്ലി സോൺസ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ബ്രോട്ട് അബൌട്ട് ദ ഷിഫ്റ്റ് ഫ്രം കാറ്റിൽ റിയറിംഗ് ടു അഗ്രികൾച്ചർ. ബിഗിനിങ് ഓഫ് സെറ്റിൽഡ് ലൈഫും അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ഓഫ് സർപ്ലസ് പ്രോഡക്ട്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. Then activity 5. From the following statements, find out the wrong one and write it correctly. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഏതാണ് റോങ് എന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് കറക്റ്റ് ആയിട്ട് എഴുതുക. The earth is the center of the solar system. earth ആണോ സെൻറ്റർ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് എഴുതണം. sun is the center of solar system. ഇനി B, Milky Way is the galaxy that included the solar system. അത് കറക്റ്റ് ആണ്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട. Then C question, the number of planets in the solar system is 9. number of planets 9 ആണോ? അല്ല. നമ്പർ ഓഫ് പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് 8 ആണ്. 8. ഇനി അതിലത്തെ ബി ക്വസ്റ്റ്യൻ. ദ എർത്ത് ഈസ് ദ ഓൺലി വൺ പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം വേർ ലൈഫ് ഈസ് ഫൗണ്ട് എക്സിസ്റ്റ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫാക്ടർ വിച്ച് ഹെൽപ്പ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. അപ്പം ഫാക്ടേഴ്സ് എഴുതുക. എന്തിൻ്റെ ബേസിലാണ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് എന്ന ടോപ്പിക്കിൽ. ഓക്കെ. Earth which gives us heat that is either too hot or too cold. Then earth has enough amount of water, soil, air for the survival of living organisms. അപ്പോൾ earth നമുക്ക് ആവശ്യമായ ചൂടും തണുപ്പും ഒക്കെ തരുന്നു. നമുക്ക് ആവശ്യമായ വാട്ടറും സോയിലും അതുപോലെ തന്നെ നമുക്ക് അവിടെ ജീവിക്കാനുള്ള എല്ലാ കണ്ടീഷൻസും earth തരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഉണ്ടാവുന്നത്. ഓക്കെ. Then activity 6. Growth of Magadha took place through different stages. The growth are given below. Arrange them in the proper order. അപ്പോൾ മഗധയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പല പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റേജസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് വായിച്ച് നോക്കാം. ട്രേഡ് ആൻഡ് അഗ്രികൾച്ചർ ഗ്രോത്ത് ലെഡ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അയൺ പ്ലസ് യൂസ്ഡ് ഫോർ ടൈലിംഗ് ഫീൽഡ്സ്. Wealth used for the formation of military. Magadha become a vast country. Agriculture production increased. Okay, അപ്പോൾ ഇതിൽ ആദ്യം ഏതാ വരിക? iron ploughs were used for tiling fields. Then agriculture production increased. പിന്നെ എന്ത് സംഭവിച്ചു? Trade and agricultural growth led to the development of economic development. പിന്നെ എന്ത് സംഭവിച്ചു? Wealth used for the formation of military. Then അവസാനം Magadha become a vast country. Okay, ഇനി അടുത്ത ചോദ്യം നോക്കാം. Next activity 7. Each tina in ancient Tamilagam had its own geometrical features. അപ്പോൾ ഓരോ ടിനക്കും ഓരോ ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് ഓരോ ടിനാസിൻ്റെയും ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് അങ്ങനെ തന്നെ എഴുതുക. ടീന, കുറിഞ്ചി ജോമെട്രിക്കൽ ഫീച്ചർ ഹില്ലി സോൺസ് ആണ്. മുല്ലായി വരുമ്പോൾ ജംഗിൾസും അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡുമാണ്. ദെൻ പാലായി വരുമ്പോൾ ഡ്രൈ ലാൻഡ് ആണ്. മരുതം വരുമ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡും, നെയ്താൽ വരുമ്പോൾ കോസ്റ്റൽ സോൺസും. ഓക്കെ. In our last activity 8, mark the following continents and oceans in the world map given. അപ്പോൾ കൂട്ടുകാർക്ക് ഒരു മാപ്പ് തന്നിട്ടുണ്ടാവും, വേൾഡ് മാപ്പ്. അതിൽ ഈ ആഫ്രിക്ക, ഓസ്ട്രേലിയ ഇതുപോലത്തെ ഈ കോണ്ടിനെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരിക. നോർത്ത് അമേരിക്ക, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആഫ്രിക്ക, ഇന്ത്യൻ ഓഷ്യൻ, ഓസ്ട്രേലിയ. അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.